ഒരിക്കൽ കൂടി എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ട്രിഗണോമെട്രി ഫങ്ഷൻസിൻ്റെ മൂന്നാമത്തെ ടോപ്പിക്കിൻ്റെ റിവിഷൻ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, ആദ്യത്തെ 2 ക്ലാസ് നിങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി കാണും. അവിടെ നമ്മൾ കുറേ പ്രോബ്ലം എടുത്ത് റിവൈസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഒതുങ്ങാതെ നിങ്ങളും അഡീഷണലായിട്ട് കൂടുതൽ പ്രോബ്ലം എടുത്ത് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് സ്കോർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇന്ന് നമുക്ക് ട്രിഗണോമെട്രി ഫങ്ഷൻസിൻ്റെ ഫോക്കസ് ഏരിയ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ട്രിഗണോമെട്രി ഫങ്ഷൻസും ആൻഡ് ട്രിഗണോമെട്രി ഫങ്ഷൻസിൻ്റെ സം ആൻഡ് ഡിഫറൻസ് ഓഫ് ആംഗിൾസും ആ 2 ഫോക്കസ് ഏരിയയിൽ പെടുന്ന പ്രോബ്ലമാണ് ഇന്ന് നമ്മളിവിടെ എടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങൾ ആ ഫോക്കസ് ഏരിയ എല്ലാവരും നോട്ടിൽ എഴുതി കാണണം. നമുക്ക് 2 ഫോക്കസ് ഏരിയ ഈ ടോപ്പിക്കിൽ പറയുന്നുണ്ട്. ഒന്ന് ട്രിഗണോമെട്രി ഫങ്ഷൻസ്, പിന്നെ സം ആൻഡ് ഡിഫറൻസ് ഓഫ് ആംഗിൾസ് ഇൻ ട്രിഗണോമെട്രി ഫങ്ഷൻസ്. അപ്പോൾ 2 ഫോക്കസ് ഏരിയ ഉള്ളതുകൊണ്ട് ആ 2ൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള എക്സസൈസുള്ള പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നല്ല വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ധാരാളം ക്വസ്റ്റ്യൻസ് ഇതിൽ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇവിടെ നമുക്ക് ആദ്യം അറിയേണ്ടത് ആംഗിൾ. ഓരോ ആംഗിൾ നമുക്കറിയാം. നമ്മൾ ഏർലിയർ ക്ലാസ്സസിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഡിഗ്രിയിലായിരുന്നു. ഇവിടെ റേഡിയൻ കൺവേർഷൻസ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിക്ടേഴ്സ് ചാനൽ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് ഓരോ ഫംഗ്ഷൻ്റെ വില, ഇപ്പോൾ ഉദാഹരണത്തിന് 0 ഡിഗ്രി, π/6, π/4 ആൻഡ് π/3, അതുപോലെ π/2, ഇതുവരെ നമ്മൾ സൈൻ എക്സിൻ്റെ വില, സൈൻ 0യുടെ വില 0, സൈൻ π/6ൻ്റെ വില നമുക്ക് അറിയാം 1/2, സൈൻ π/4 ദാറ്റ് ഈസ് 1/√2, ഇത് √3/2, ഇത് 1. ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ 0 ഡിഗ്രി, π/6 എന്ന് പറയുന്നത് 30 ഡിഗ്രി അല്ലേ, 30 ഡിഗ്രി, ഇത് 45 ഡിഗ്രി, ഇതതുപോലെ 60 ഡിഗ്രി, ഇത് 90 ഡിഗ്രി എന്നൊക്കെ പഠിച്ചായിരുന്നു. ഇവിടെ നമ്മൾ അതിന് റേഡിയനായി കൺവേർഷൻ ചെയ്തു. ഈ വില നമ്മൾ കറസ്പോണ്ടിങ് നമുക്ക് വില അറിയാവുന്നതാണ്. +1 വന്നപ്പോൾ നമുക്ക് 90 ഡിഗ്രിയോടെ തീരുന്നില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പോവുക. അതായത് പൈയുടെ വില നമുക്കറിയാം 180 ഡിഗ്രി, അതുപോലെ 3π/2 270 ഡിഗ്രി, അതുപോലെ നമുക്ക് 2π 360 ഡിഗ്രി. പിന്നെ അത് കഴിഞ്ഞ് അത് തന്നെ റൊട്ടേറ്റ് ആകും. അതിനെയാണ് സർക്കുലർ ഫംഗ്ഷൻ. ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനെ സർക്കുലർ ഫംഗ്ഷൻ എന്നൊക്കെ നമുക്ക് പറയാറുണ്ട്. നമുക്കറിയാം ഇത് 0 അല്ലെങ്കിൽ 0 ഡിഗ്രി അല്ലെങ്കിൽ 0 റേഡിയൻ, ഇത് π/2 അതായത് 90 ഡിഗ്രി, ഇവിടെ വരുമ്പോൾ 180 ദാറ്റ് ഈസ് π, അതുപോലെ ഇവിടെ 3π/2, ഇത് 2π, ഒരു സർക്കിളായി. അതായത് ഇത് 90, ഇത് 180, ഇത് 270 ഡിഗ്രി, ഇത് 360 ഡിഗ്രി. ഇങ്ങനെ അടുത്തത്. അപ്പോൾ ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് 360 ഡിഗ്രി, അതായത് 2π. അടുത്ത റൊട്ടേഷൻ 2π 4π ഇങ്ങനെ പോകും. 2π 4π 6π ഇങ്ങനെയാണ് ഓരോ റൊട്ടേഷൻസ്. ഒരു റൊട്ടേഷൻസ് 2π, 2 റൊട്ടേഷൻസ് 4π, 3 റൊട്ടേഷൻ 6π. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇവിടെ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചതിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ സൈൻ പൈയുടെ വില നമുക്ക് 0, സൈൻ 3π/2 -1, സൈൻ 2πയുടെ വില 0. ഇതാണ് നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. കോസിൻ്റെ വില അറിഞ്ഞിരിക്കണം, കറസ്പോണ്ടിങ് കോസ് എക്സിൻ്റെ വില. കോസ് എക്സിൻ്റെ വില നമുക്കറിയാം. ഇത് നമുക്ക് ഇങ്ങോട്ട് ഇട്ടാൽ മതി. ഇങ്ങനെ എന്തോ 1 വരും, ഇവിടെ √3/2 വരും, ഇവിടെ 1/√2 തന്നെയാണ്. സൈനിൻ്റെയും കോസിൻ്റെ സൈൻ π/4 കോസ് π/4 സെയിം വിലയാണ്. ഇവിടെ കോസ് π/3യുടെ വില 1/2 വരും. അത് നേരെ തിരിഞ്ഞ് വരും. സൈനിൻ്റെ നേരെ എതിരായിരിക്കും വാല്യൂ. കോസ് 90 ഡിഗ്രിയുടെ വില 0 ആയിരിക്കും. കോസ് 180 ഡിഗ്രിയുടെ വില -1, കോസ് 270 ഡിഗ്രിയുടെ വില 0, കോസ് 2π അല്ലെങ്കിൽ കോസ് 360യുടെ വില നമുക്കറിയാം 1. ഇവിടെ അത് തന്നെ. അപ്പോൾ ഈ സൈൻ കോസിന്റെ വില അറിയാമെങ്കിൽ ഇതിനെ റെസിപ്രോക്കൽ ചെയ്താൽ എന്ത് വരും? ടാൻ എക്സിന്റെ ഇത് തമ്മിലുള്ള റെസിപ്രോക്കൽ. അപ്പോൾ വില കറസ്പോണ്ടിങ് വില എല്ലാം നമുക്ക് എഴുതാൻ പറ്റും.
അതുപോലെ തന്നെ ബാക്കി 3 ട്രിഗണോമെട്രി, മൊത്തം നമുക്ക് 6 ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക് എക്സ്, അതുപോലെ ഇതിന്റെ റെസിപ്രോക്കൽ സീക് എക്സ്, ടാൻ എക്സിന്റെ റെസിപ്രോക്കൽ നമുക്കറിയാം കോട്ട് എക്സ്. അപ്പോൾ ഈ ടേബിൾ സൈന്റെയും കോസിന്റെയും അറിയാമെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത്രയും വാല്യൂ ഓർത്തു വെക്കണം. അപ്പം ഇത് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, തിയറി ക്ലാസ്സിൽ പറയുന്നുണ്ട് സൈൻ 0യുടെ വില 0 ആണ്, ഇവിടെ വരുമ്പോൾ 1 ആവും, ഇവിടെ 0 ആവും, ഇവിടെ -1 ആവും. അപ്പൊ സൈനിന്റെ വില നോക്കിക്കേ, സൈനിന്റെ വില എങ്ങനെയാ? 0 എന്ന് 1ലേക്ക് വരും, 1 പിന്നെ 0, പിന്നെ എങ്ങോട്ട് വരും? -1 വരും അല്ലെ, പിന്നെ -1 എഗെയിൻ 0യിലേക്ക് പോകും. അപ്പൊ 0 to 0 ആണ്. ഇതിന്റെ ഇടയ്ക്ക് 1 വരെ പോവാം, പിന്നെ 0, പിന്നെ -1, പിന്നെ 0. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഗ്രാഫൊക്കെ വരച്ച് പഠിച്ചിട്ടുണ്ട്. സൈൻ എക്സിന്റെ ഗ്രാഫ് എങ്ങനെ വരും? സൈൻ എക്സിന്റെ ഗ്രാഫ് ഇത് 0, ഇവിടെ നമുക്ക് സൈൻ π/2, ഇപ്പൊ ഇവിടെ ആണെങ്കിൽ π/2 എഴുതാം, അടുത്തത് 3π/2 അല്ലെങ്കിൽ π, അടുത്തത് 3π/2, അടുത്തത് 2π, ഇങ്ങനെ പോകും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് -π/2 -π, ഇവിടെ എന്ത് വരും? -3π/2, അതുപോലെ -2π. അപ്പൊ ഇതിന്റെ വില നോക്കിയേ, ഇവിടെ 1, ഇവിടെ -1 y ആക്സിസിൽ, ഇത് x ആക്സിസിലുള്ള റേഡിയന്റെ വാല്യൂ ആണ്. അപ്പൊ സൈൻ്റെ വില ഗ്രാഫ് നോക്കിയാൽ സൈൻ π/2 1ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ 0നും π/2 ഇടയ്ക്കുള്ള വിലയായിരിക്കും 1/2. അപ്പൊ 1/2 വരും, അടുത്ത് 1/√2, അടുത്ത് √3/2, പിന്നെ 1 ആവും. അപ്പൊ ഗ്രാഫ് ഇങ്ങനെ വരും. അപ്പൊ ഇവിടെയാണ് 0 to π/2ന്റെ വില. അടുത്തത് π/2 പൈയിലേക്കുള്ള വില നോക്കി 1 നിന്ന് 0യിലേക്ക് താഴെ, ഇത് 1 ആണ്, 1 നിന്ന് 0യിലേക്ക് താഴെ, അപ്പൊ ഇങ്ങനെ വരും. അടുത്ത് π to 3/2യുടെ വില 0 നിന്ന് -1ലേക്ക്, അപ്പൊ -1, പിന്നെ അത് താഴോട്ട് വരും, കാരണം സൈൻ 3/2 -1 ആണ്. സൈൻ 3/2 -1. എഗെയിൻ അവിടുന്ന് സൈൻ 2π ആവുമ്പോൾ 0 വരും. അപ്പോൾ ഇങ്ങനെ, അപ്പൊ ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ആവും. ഇത് ഇവിടുന്ന് ഇവിടെ വരെ നോക്കിയ ഒരു സർക്കിളാണ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് നമുക്കെടുത്ത തേർഡ്, ഇത് ഫോർത്ത്. അപ്പൊ ഇത് തേർഡ്, ഇത് ഫോർത്ത്. അപ്പൊ അങ്ങനെ 4 ക്വാഡ്രന്റ് ആയി തിരിക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ വിലയും അതേപോലെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന്. ഇതാണ് സൈൻ എക്സിന്റെ ഗ്രാഫ്. ഇതൊക്കെ നിങ്ങൾക്ക് ആ തിയറി ക്ലാസ്സിൽ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും നമുക്ക് റിവിഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഓർമ്മിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്ന് ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്കറിയാം സൈൻ്റെ വില നോക്കിയ പോസിറ്റീവ് ആണ്, പോസിറ്റീവ്, ഇവിടെയും പോസിറ്റീവ് ആണ്, മുകളിലല്ല. അപ്പൊ ഇവിടെയും പോസിറ്റീവ്. ഈ തേർഡിൽ നോക്കിയ നെഗറ്റീവാണ്, അപ്പൊ ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ രണ്ടിടത്ത് പോസിറ്റീവ്, രണ്ടിടത്ത് നെഗറ്റീവ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താം, സൈൻ പോസിറ്റീവ് ആവുന്ന ഇവിടെയാണ്, ബാക്കി എല്ലായിടത്തും ഇവിടെയും ഇവിടെയും. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഒരു ഓർത്തിരിക്കാൻ വേണ്ടി ഇതുപോലെ തന്നെ കോസ് എക്സിന്റെ പടാക്ക വരച്ച് ഇതൊക്കെ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു ടെക്നിക്സ് ആണ്. എങ്ങനെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. അപ്പൊ ഇവിടെ എല്ലാത്തിനും പോസിറ്റീവ്, ഓൾ. ഇവിടെ എന്തിനു പോസിറ്റീവ് ആയിരിക്കും? സൈനിന് പോസിറ്റീവ്. ഇവിടെ ഓൾ സിൽവർ, ഇവിടെ ടാനിന് പോസിറ്റീവ്, ഇവിടെ കോസിന് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പം ഓൾ സിൽവർ ടീ കപ്പ് എന്ന് ഓർത്തിരിക്കണം. അത് വെച്ചുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാത്തിനും പോസിറ്റീവ്, സെക്കൻഡിൽ സൈനിന് പോസിറ്റീവ്, തേർഡിൽ ടാനിന്, ഫോർത്തിൽ കോസിന്. അപ്പൊ സൈനിന് പോസിറ്റീവ് ആയ സൈൻ്റെ റെസിപ്രോക്കൽ ആണ്, എന്താണ് അറിയാം നമുക്ക്? സൈൻ്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്. അപ്പൊ കൊസീക്കിന് പോസിറ്റീവ് ആണ്. ടാന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട്. അപ്പൊ ടാനിന് പോസിറ്റീവ് ആണെങ്കിൽ കോട്ടിനും ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, അത് ഓർത്തിരിക്കണം. കോസിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്. അപ്പൊ കോസിന്റെ റെസിപ്രോക്കൽ സീക്ക്. അപ്പൊ കോസിന് ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ സീക്കിന് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് ഓർത്താൽ മതി, ഈ 4 കാര്യങ്ങൾ, ഓൾ സിൽവർ ടീ കപ്പ്. അപ്പം ബാക്കിയെല്ലാം നമുക്ക് എവിടെയാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ ഓർത്തി. അപ്പൊ ഇത് ഉപയോഗിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. നമ്മൾ ആ ചോദ്യത്തിലേക്ക് പോകാം. ഇതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മുടെ വിക്ടേഴ്സ് ചാനലിലെ റിവിഷൻ ക്ലാസ്സിലും ചെയ്തായിരുന്നു. ഞാൻ വേറെ ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്ത് ചെയ്യുന്നത്.
എക്സസൈസ് 3.2 പേജ് നമ്പർ 63 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ തിയറി പഠിച്ചാണ്. ഇത് ഓർത്തിരിക്കാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓൾ സിൽവർ ടീ കപ്പെന്നും ഈ സൈൻ്റെ കോസിന്റെ വില ടേബിൾ, ഈ ടേബിൾ കാണാപ്പാടമായിട്ട് പഠിച്ചോണം. ഈ ടേബിൾ, ഈ ഗ്രാഫൊക്കെ ഞാൻ അവിടെ നമ്മുടെ ഇപ്പം നിങ്ങൾക്ക് കാണുന്ന വീഡിയോയിൽ ഓരോ സ്ക്രീനിൽ ഞാനിത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അത് നിങ്ങളൊന്ന് പുസ്തകത്തിലുള്ളതാണ്. ആ സ്ക്രീനിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിൽ എഴുതിയെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ 2 പേജ് നമ്പർ 63. അതായത് സൈൻ എക്സ് ഈക്വൽ ടു 3/5. എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ്. ഏത് ക്വാഡ്രന്റ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണെന്ന് ചോദ്യം പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാം? ഓൾ സിൽവർ ടീ കപ്പ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലെ സൈൻ പോസിറ്റീവ്, അതാണ് തന്ന ക്വസ്റ്റ്യൻ എല്ലാം പോസിറ്റീവ്. ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് പറയാം. സൈൻ എക്സ് ഇക്വൽ ടു 3/5 ആണെങ്കിൽ ബാക്കിയുള്ള 5 ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ വാല്യൂ ആണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. സൈൻ എക്സിന്റെ വാല്യൂ 3/5 ആണെങ്കിൽ നമുക്കറിയാം സൈൻ എക്സ് നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിളിൽ ഡിഫൈൻ ചെയ്താൽ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ്, ഇതല്ല ഓപ്പോസിറ്റ് സൈഡ്, ഇത് ഹൈപ്പോട്ടിനസ് 3/5 ആയിരിക്കും. അപ്പൊ അഡ്ജസൻറ്റ് സൈഡ്, ഇതിന്റെ പൈത്തഗോറസ് തിയറം എന്തുവാ? 3² പ്ലസ് അഡ്ജസൻറ്റ് സൈഡ് ആണെങ്കിൽ b² എന്ന് എടുത്താൽ ഹൈപ്പോട്ടിനസ് 5², ദാറ്റ് ഈസ് 9 പ്ലസ് b² ഈക്വൽ ടു 25. അപ്പോൾ b² ഈക്വൽ ടു അപ്പുറത്ത് 9 പോയാൽ 16 ആകും. അതിൽ നിന്ന് b ഈക്വൽ ടു നമുക്ക് 4 കിട്ടും. ശരിയല്ലേ? 9 അപ്പുറത്ത് 16 കിട്ടും. ബിയുടെ വില 4. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ 3 സൈഡ് അറിയാമെങ്കിൽ ബാക്കി നമുക്ക് എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷനും വാല്യൂ ഇവിടെ എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഇത് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത് കോസ് എക്സ്. കോസ് എക്സ് അറിയാം. എന്താ? അഡ്ജസൻറ്റ് സൈഡ് 4 ഹൈപ്പോട്ടിനസ്. കോസ് അറിയാമെങ്കിൽ നമുക്ക് സൈനും കോസ് അറിയാമെങ്കിൽ നമുക്ക് ടാൻ എഴുതാം. ടാൻ എന്തുവാ? സൈൻ എക്സ് ബൈ കോസ് എക്സ്. അതായത് 3/5/4/5. 5 വെട്ടിപ്പോയാൽ എന്തൊരു 3/4. അപ്പൊ ഇത് 3 അറിയാമെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ, സൈനിന്റെ റെസിപ്രോക്കൽ എന്താണ്? കൊസീക് എക്സ്. ഇതിന്റെ റെസിപ്രോക്കൽ എഴുതിക്കുക 5/3. അടുത്ത കോസിന്റെ റെസിപ്രോക്കൽ സീക് എക്സ്. അടുത്ത ടാനിന്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് കോട്ട് എക്സ്. ഇതിന്റെ റെസിപ്രോക്കൽ 4/3. വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ സൈൻ ഇടണം. സൈൻ ഇടണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് സൈനിനും കൊസീക്കിനും പോസിറ്റീവ്. സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക്. ബാക്കിയെല്ലാം നെഗറ്റീവ്. അപ്പൊ സൈനും കൊസീക്കും ഒഴിച്ച് ബാക്കി എല്ലാം എന്ത് ഇട്ട് കൊടുത്താൽ മതി? മൈനസ് മൈനസ് മൈനസ്. കാരണം സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ സെക്കൻഡിൽ. ഇപ്പൊ ഇതേ ക്വസ്റ്റ്യൻ തേർഡ് ക്വാഡ്രന്റ് ആവുകയാണെങ്കിൽ ടാനും കോട്ടും ഒഴിച്ച് ബാക്കിയെല്ലാം നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. അപ്പൊ സൈൻ ഇടുന്നത് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റിന് നമുക്ക് സാധാരണ 3 അല്ലെങ്കിൽ 4 മാർക്ക്. ഞാൻ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ അത് അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സിന്റെ ഏറ്റവും അവസാനം സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം. ആ അസൈൻമെന്റ് നിങ്ങളൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ, 7ാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ന് പറയുന്നത് കൊസീക്ക് ഓഫ് മൈനസ് വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഓരോ സർക്കുലർ ഫംഗ്ഷൻ എന്ന് പറയാൻ ഒരു സർക്കിൾ കഴിയുമ്പോൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതേ വാല്യൂ തന്നെയാണ്. അപ്പൊ ഒരു സർക്കിൾ എന്ന് പറയും 2π. അത് ആദ്യമേ പറഞ്ഞ 2π 4π 6π ഇതിന്റെ എല്ലാ വാല്യൂ ഒന്ന് തന്നെയായിരിക്കും, റിപ്പീറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, മൈനസ് കൊസീക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന മൈനസ്. അപ്പൊ ഇതിന്റെ തൊട്ടടുത്തുള്ള 2π 4π. ഇപ്പൊ ഉദാഹരണത്തിന് 4π എന്ന് പറയുമ്പോൾ 630 × 4 എത്ര വരും? 4πയുടെ വാല്യൂ 24 2 100. ശരിയല്ല? 1440 ഡിഗ്രി. 1440 ഡിഗ്രി എന്ന് പറയുന്നത് 360 × 4. അതായത് 360 എന്ന് പറയുന്നത് 2π × 4. അപ്പൊ ഇത് ആഡ് ചെയ്താൽ അതേ റൊട്ടേഷൻ തന്നെയാണ്. ഇതിനെല്ലാം ഒരേ വാല്യൂ ആണ്. അപ്പൊ ഇതിന്റെ കൂടെ 360ന്റെ മൾട്ടിപ്പിൾ ആഡ് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം, വില മാറത്തില്ല. അപ്പൊ ഞാൻ എന്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ എന്ത് എഴുതുന്നു?
എന്താ എഴുതാൻ പോകുന്നത്? 4 × 360 ഡിഗ്രി എന്ന് എഴുതിയാൽ വില മാറുന്നില്ല, രണ്ടും ഒരേ വില തന്നെയാണ്. ശ്രദ്ധിക്കുക, ഈ ആംഗിളിന്റെ കൂടെ 360ന്റെ മൾട്ടിപ്പിൾ എത്ര വേണമെങ്കിലും എഴുതാം. കാരണം റൊട്ടേറ്റ് ചെയ്ത് അതേ സ്ഥാനത്താണ് വരുന്നത്. ഒരു റൊട്ടേഷൻ, ഒരു സൈക്കിളിന്റെ വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ഒരു റൊട്ടേഷൻ ആവും 360 ഡിഗ്രി, അതായത് 2π. അടുത്ത റൊട്ടേഷൻ അതേ വാല്യൂ തന്നെയാണ്, അതേപോലെ തന്നെയാണ് റിപ്പീറ്റ് ആവുന്നത്. അപ്പൊ നമ്മുടെ ട്രിഗണോമെട്രി ഫംഗ്ഷന് സർക്കുലർ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഒരു റൊട്ടേഷൻ കഴിഞ്ഞാൽ അടുത്ത റൊട്ടേഷന്റെ എല്ലാ വാല്യൂ അത് തന്നെ റിപ്പീറ്റ്. അതാണ് ഞാൻ ടേബിളിൽ ആദ്യം വരച്ചപ്പോൾ 0 ഡിഗ്രി തൊട്ട് അല്ലെങ്കിൽ 0 റേഡിയൻ തൊട്ട് 2π വരെ പഠിച്ചാൽ മതി. പിന്നെ പഴയത് തന്നെ, അത് തന്നെ റിപ്പീറ്റ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സോൾവ് ചെയ്യാൻ വേണ്ടി സൗകര്യത്തിന് ഞാൻ ഇത് ആഡ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കുക, കോസേക്ക് ഇതിന്റെ വാല്യൂ എത്രയാണെന്നറിയാം, 1440 ഡിഗ്രി. അപ്പോൾ 1440 മൈനസ് 1410 ഡിഗ്രി കുറച്ച എത്ര വരും? ബാക്കി 30 ഡിഗ്രി എടുത്തുള്ളൂ. കൊസീക്ക് 30 ഡിഗ്രി എന്ന് പറയുന്നത് നമുക്കറിയാം. കൊസീക്ക് എന്ന് പറയുന്നത് ഏതിന്റെ റെസിപ്രോക്കലാണ്? സൈനിന്റെ. അപ്പോൾ 1/sin 30 ഡിഗ്രി. സൈൻ 30 ഡിഗ്രി എത്രയാണ്? നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. 1/1/2 വരും. അപ്പോൾ കൊസീക്ക് മൈനസ് 1410 ഡിഗ്രിയുടെ വില മൈനസ് 1410 ഡിഗ്രിയുടെ വില 2. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരു 3 മാർക്ക് ചോദ്യമായിട്ട് വരാം. അവിടെ ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം, ഈ 360ന്റെ മൾട്ടിപ്പിൾ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഫോക്കസ് ഏരിയയിലേക്ക് പോകാം. സെക്കൻഡ് ഫോക്കസ് ഏരിയ നമ്മളോട് പറയുന്നത് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് 2 ആംഗിൾസ്. അപ്പൊ ഇവിടെ എല്ലാം ഫോർമുലാസ് ആണ്. ഈ ട്രിഗണോമെട്രിയുടെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഫോർമുല ഓർത്തിരിക്കണം. ആ ഫോർമുല എല്ലാം ഞാൻ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ഓരോ ഫോർമുല. അതിൽ സം ആൻഡ് ഡിഫറൻസ് ഓഫ് ആംഗിൾസ്, അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ആംഗിൾസ്, ഇത്തരം ഫോർമുലാസ്. ഇപ്പൊ ഉദാഹരണത്തിന് സൈൻ ഓഫ്, ഇതൊക്കെ നിങ്ങൾ സൈൻ ഓഫ് ഓർത്തിരിക്കേണ്ട ഫോർമുല. സൈൻ ഓഫ് x പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. അതുപോലെ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് വരുമ്പോൾ ഇത് തന്നെയാണ്, സൈൻ എക്സ് കോസ് വൈ, ഇവിടെ മൈനസ് വരും. അതുപോലെ തന്നെ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ എക്സ്. അതുപോലെ കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ, മൈനസിന് വരെ പ്ലസ് ആയിരിക്കും, ദാറ്റ് ഈസ് സൈൻ എക്സ് സൈൻ വൈ. അപ്പൊ ഇത്തരം ധാരാളം ഫോർമുലാസ് ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ ഡെറിവ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയേണ്ട കാര്യമില്ല, ഫോർമുല ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒരു 10-20 ഫോർമുലാസ് വരും, അത് സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ആ ഫോർമുല ഓർത്തിരുന്നെങ്കിലേ നമുക്ക്, അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ഫോർമുലാസ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഫോർമുലയാണ്. അതായത് കോസ് എക്സ് പ്ലസ് കോസ് വൈ, കോസ് എക്സ് പ്ലസ് കോസ് വൈ കൊണ്ട് 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ, അതുപോലെ തന്നെ കോസ് എക്സ് മൈനസ് കോസ്, അതുപോലെ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ, സൈൻ എക്സ് മൈനസ് വൈ. ഇതൊക്കെ പ്രോഡക്റ്റ് ഫോർമുല. അപ്പൊ ഇത്തരം ഫോർമുലാസ് എല്ലാം നിങ്ങളൊന്ന് ഓർത്തിരുന്ന നമുക്ക് പ്രോബ്ലം ചെയ്ത് പോകാൻ പറ്റും. അല്ലാതെ നമുക്ക് ഇതിനെ ഒന്നും ഫോർമുല ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. സാധാരണ ട്രിഗണോമെട്രിയിൽ നിന്നൊക്കെ ഒരു 10-20 മാർക്കിന്റെ ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിക്കാം. അത് 3 പാർട്ടിൽ വരാം. പാർട്ട് 1, 2, 3 3 സെക്ഷനാണ്, 3 മാർക്ക്, നമുക്ക് 4, 6 ആ 3 ഇതിലും ഈ ക്വസ്റ്റ്യനൊക്കെ കടന്നു വരാം. ഇവിടെ ഞാൻ അടുത്ത ഇതിന്റെ ഈ ഫോക്കസ് ഏരിയയുടെ ബേസിൽ ഇവിടെ എല്ലാം ഫോർമുലാസ് ആണ്. ആ ഫോർമുലാസ് എല്ലാം ഞാൻ അവിടെ സ്ക്രീനിൽ, അതായത് സമയത്ത് നമ്മൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നോട്ടിൽ എഴുതിയെടുക്കുക. ഇനി നമുക്ക് ഈ ഫോക്കസ് ഏരിയയിൽ നിന്നുകൊണ്ട് കുറച്ച് പ്രോബ്ലം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. എക്സസൈസ് 3.3 6ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 6 പ്രൂവ് ദാറ്റ് ആണ്. സാധാരണ ഇതെല്ലാം പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. കോസ് ഓഫ് π/4 മൈനസ് എക്സ് കോസ് ഓഫ് π/4 മൈനസ് വൈ മൈനസ് സൈൻ ഓഫ് π/4 മൈനസ് എക്സ് സൈൻ ഓഫ് π/4 മൈനസ് വൈ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പൊ ഇതൊരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ ഫോർമുല ഓർത്തിരുന്നെങ്കിൽ നമുക്ക് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് ഇപ്പം പഠിച്ച ഫോർമുല ഓർക്കുന്നുണ്ടായിരിക്കും. സാധാരണ ഈ പ്രൂവ് ദാറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? LH എടുത്ത് RHS തെളിയിക്കണം. RHS നമുക്ക് സൈൻ ഓഫ് എക്സ്, അപ്പൊ LHS എടുത്തു.
ഇവിടെ നമുക്ക് ഇപ്പം പഠിച്ച ഫോമുലയാണ്. എന്താണ് ഫോമുല? കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഫോമുല ഓർക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് വൈ. ഈ എക്സ് വരെ ഇത് മൊത്തത്തിൽ എക്സ് ആയിട്ട് സങ്കല്പിക്കാൻ വേണ്ടി ഈ ഫോമുല, അതായത് കോസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ്. അപ്പൊ എക്സിന് പകരം ഇത് മൊത്തത്തിൽ എഴുതാം, വൈക്ക് പകരം ഇത് മൊത്തത്തിൽ എക്സ് ആണ്, ഇത് വൈ. അപ്പൊ ഇവിടെ നമ്മൾ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിന് പകരം ഇത് എഴുതാം, പൈ ബൈ 4 മൈനസ് എക്സ് പ്ലസ് വൈക്ക് പകരം ഇത് എഴുതാം, പൈ ബൈ 4 മൈനസ് വൈ. പൈ ബൈ 4 നമുക്ക് എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി. അപ്പൊ 45 പ്ലസ് 45 90 ഡിഗ്രി നമുക്ക് റേഡിയൻ എങ്ങനെ എഴുതാം? കോസ് ഓഫ് പൈ ബൈ 2 എന്ന് എഴുതാം. പൈ ബൈ 2 മൈനസ് എക്സ് മൈനസ് മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഫോമുല ഉണ്ട് കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. അതുപോലെ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പൊ കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? സൈൻ എക്സ്. എക്സിന് പോലെ ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ. ഇതാണോ നോക്കി ഈ RHS. അപ്പൊ ഇതിനൊക്കെ നമുക്ക് 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം. അപ്പൊ ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോമുല കോസ് ഓഫ് എക്സ് പ്ലസ് വൈ കൊണ്ട് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഇത് ഒരു സിംഗിൾ ടൈം ആയിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഇത്തരം ഫോമുല ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ. ഇനി അതേപോലെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, സെയിം എക്സസൈസിൽ 12ാമത്തെ ക്വസ്റ്റ്യൻ. അതും നമുക്ക് പ്രൂവ് ദാറ്റ് ആണ്. അത് പ്രൂവ് ദാറ്റ് ആണ്. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ഇതാണ്, സൈൻ സ്ക്വയർ 6x മൈനസ് സൈൻ സ്ക്വയർ 4x ഈക്വൽ ടു സൈൻ 2x സൈൻ 10x ഇൻറ്റു കേട്ടോ. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ പോലെ LHS എടുക്കുക, LHS ഇതേപോലെ എഴുതുക. സൈൻ സ്ക്വയർ 6x മൈനസ് സൈൻ സ്ക്വയർ 4x. നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എന്തുവാ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ്. അപ്പൊ ഇത് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ്, അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റി. ഇനി നമുക്ക് ഇതിന്റെ ഫോമുല സ്ക്രീനിൽ ഇതിന്റെ റിലേറ്റഡ് ഫോമുല എന്ന് പറയാം. സൈൻ എക്സ് പ്ലസ് സൈൻ ഈക്വൽ ടു 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഫോമുല നിങ്ങൾക്ക് ഇവിടെ ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈക്വൽ എന്തൊരു 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഇതാണ് ഫോമുല. അതൊക്കെ ഫോമുല മൊത്തത്തിൽ ഞാൻ ഇടുന്നുണ്ട്, അത് നോക്കിയാൽ മതി. ആ ഫോമുല, ഈ ഫോമുല ഇവിടെ അപ്ലൈ ചെയ്താൽ ഇവിടെ എന്തോരും 2 സൈൻ, ഇത് എക്സ് ഇതും എക്സ് ഇതും എക്സ് ഇതും എക്സ്. അപ്പൊ രണ്ടേയും കൂട്ടി എത്ര വരും? 10x by 2 ആവുമ്പോൾ 5x കോസ് എക്സ് മൈനസ് 6x മൈനസ് 4x എന്ത് വരും? 2x by 2 ആവുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് എക്സ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ വാല്യൂ ഇൻറ്റു അടുത്ത് അതേപോലെ സൈൻ എക്സ് മൈനസ് സൈൻ വൈ. ഇവിടെ മൈനസ് വന്നാൽ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഈ രണ്ട് ഫോമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ വന്ന സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ എന്ത് വരും? 2 കോസ്, ഇത് എക്സ് ഇത് വൈ, ഈ രണ്ടേയും കൂട്ടി ബൈ 2 ആവുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 5x സൈൻ എക്സ് മൈനസ് വൈ. രണ്ടും കുറച്ചാൽ 2x by 2 ദാറ്റ് ഈസ് സൈൻ എക്സ്. ഇനി അടുത്ത് ശ്രദ്ധിക്കുക, 2 സൈൻ, ഇതെല്ലാം ഇൻറ്റു ആണ്. അപ്പൊ 2 സൈൻ 5x ഇൻറ്റു കോസ് 5x ഇൻറ്റു ഒരു 2 കൂടെ ഉണ്ട് 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇങ്ങനെ നമുക്ക് പെയർ ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഫോമുല എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ഫോമുല? ഇങ്ങനെ ഒരു ഫോമുല ഉണ്ട്. എന്താണ്? സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. അല്ലെങ്കിൽ തിരിച്ചു ഈ ഫോമുല എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഇവിടുന്നും പഠിച്ചോണം ഇവിടുന്നും പഠിച്ചോണം. 2 സൈൻ എക്സ് കോസ് എക്സ് ആണെങ്കിൽ ഇവിടെ 2 സൈൻ 2x എന്ന് വരും. അപ്പൊ ആ ഫോമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈക്വൽ 2 സൈൻ 5x കോസ് 5x. അപ്പൊ ഇവിടെ എക്സിന് വരെ 5x ആണ്, ഇവിടെ രണ്ടിടത്തും 5x. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്തൊരു 2 ഇൻറ്റു 5x എന്ന് വരും.
അപ്പൊ എന്ത് വരും? സൈൻ 10x എന്നാവും. അപ്പൊ ഇവിടെ ഇതിന് പകരം എന്ത് എഴുതാം? സൈൻ 10x ഇൻറ്റു ഇവിടെ ഇത് തന്നെയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 2x. അപ്പൊ ഇതാണ് നോക്കി RHS, ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. അപ്പൊ ഇതിനൊക്കെ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ രണ്ട് ഫോർമുല നിങ്ങൾ ഈ ആൻസർ ഷീറ്റിന് പ്രത്യേകം ഞാൻ ഒന്നും കൂടെ പറയാം, ക്വസ്റ്റ്യന് വേണ്ട ഫോർമുല അല്ല, ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഫോർമുല ആൻസർ ഷീറ്റിൽ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല. ക്വസ്റ്റ്യന്റെ ഓരോ സ്റ്റെപ്പിന്റെ റിലേറ്റഡ് ഫോർമുല ആൻസർ ഷീറ്റിന്റെ സൈഡിൽ ഇതുപോലെയൊക്കെ എഴുതി വെച്ചാൽ അതിനെല്ലാം സ്കോർ ഉണ്ട്, അതിനെല്ലാം ഓരോ മാർക്ക് വാല്യൂ ചെയ്യുന്ന സ്കോർ ഷീറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 18, അതേ എക്സസൈസ്, സെയിം എക്സസൈസ് 3.3ലുള്ള 18ാമത്തെ ക്വസ്റ്റ്യൻ. അതും പ്രൂവ് ദാറ്റ് ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോ. സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒന്ന് എഴുതുക. ഇതൊക്കെ വളരെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. അത് സെലക്ട് ചെയ്താണ് ഞാൻ ഇവിടെ ചെയ്തു പോകുന്നത്. അതായത് പ്രൂവ് ദാറ്റ് sin x minus sin y by cos x plus cos y equal tan x minus y by 2. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏത് പ്രൂവ് ദാറ്റ് എടുത്താലും LHS എടുക്കുക. അപ്പൊ ആദ്യം നമ്മൾ LHS എടുക്കുക. LHS equal sin x minus sin y by cos x plus cos y. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ട ഫോർമുല എന്തുവാ? sin x minus sin y equal to ഫോർമുല എന്തുവാ? that is equal to ഫോർമുല നമുക്ക് ഉണ്ട്, സ്ക്രീനിൽ കാണാം, അല്ലെങ്കിൽ ആൾറെഡി നമ്മൾ സ്ക്രീനിൽ ആ ഫോർമുല പറയുന്നുണ്ട്. sin x minus sin y equal to എന്താ ഫോർമുല? 2 cos x plus y by 2 into sin x minus y by 2. അതേപോലെ നമുക്ക് അടുത്ത ഫോർമുല എന്തുവാ? cos x plus cos y equal to ഫോർമുല എന്തുവാ? 2 cos x plus y by 2 into cos x minus y by 2. നേരിട്ടുള്ള ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇതിനെല്ലാം മുകളിൽ എഴുതിയ ഫോർമുലയ്ക്ക് 1 മാർക്ക്, ഇതിനും 1 മാർക്ക്. 2 into വെട്ടിപ്പോവും. cos x by 2 ബാക്കി എന്ത് വരും? sin of x minus cos of x sin by cos, രണ്ടും ഒരേ ആംഗിളാണ്. that is equal to എന്ത് വരും? tan of x minus y by 2. that is equal to RHS. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ഇതേപോലെ സെയിം ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് അസൈൻമെന്റ് ആയിട്ട് ആ പേജ് നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന രീതിയിൽ തരാം. ആ അസൈൻമെന്റ് നിങ്ങൾ ഇതേപോലെ ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ മാത്രമല്ല, ഇതെല്ലാം പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ സെലക്ട് ചെയ്ത് അസൈൻമെന്റ് ആയിട്ട് തരും. അതും കൂടെ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കുക. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് അറിയിക്കുക. നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസ് വേണമെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ 3ാമത്തെ ടോപ്പിക്കിൻ്റെ റിവിഷൻ ക്ലാസ്. കാരണം ഇതിൽ 2 ഫോക്കസ് ഏരിയ ഉള്ളൂ. അപ്പോൾ ആ 2 എക്സസൈസിലുള്ള പ്രോബ്ലങ്ങൾ എടുത്ത് പരമാവധി ചെയ്യുക. അതിൽ മെയിൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ടോപ്പിക്കിനകത്ത് കുറേ ഫോർമുല ഉണ്ട്. ഈ ഫോർമുല എല്ലാം പഠിച്ചെങ്കിൽ മാത്രമേ ഇതൊന്ന് തെളിയിക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇനി എല്ലാവരും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന അസൈൻമെൻ്റ് ഒന്ന് എഴുതി ചെയ്ത് നോക്കുക. സംശയമുണ്ട്